തദ്ദേശ രണ്ടാം ഘട്ട വിധിയെഴുത്ത് പൂർണ്ണമാവുകയാണ്. മികച്ച പോളിംഗാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലും വോട്ടിംഗ് ശതമാനം 70 പിന്നിട്ടു. വയനാട്ടിലാണ് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറവ് ഇന്ന് തൃശ്ശൂരിലാണ്. ചിലയിടങ്ങളിൽ യന്ത്രത്തകരാർ ഉണ്ടായതോടെ വോട്ടിംഗ് രാവിലെ വൈകിയിരുന്നു. പലയിടങ്ങളിലും വ്യാപകമായി കള്ളവോട്ട് പരാതി ഉയർന്നു വരികയും ചെയ്തു. CK വിജയൻ വിവരങ്ങളുമായി. CK, ഒടുവിൽ വരുന്ന പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിൽ കൂടുതൽ, ഏതൊക്കെ നഗരമേഖലകളിൽ കൂടുതൽ? രതീഷ്, കുറെ കൂടി അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി ഇപ്പം നിലവിൽ നമുക്ക് PRD തയ്യാറാക്കി തരുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 മണിക്ക് അപ്ഡേറ്റ് ചെയ്ത ചില വിവരങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ നടന്ന പോളിംഗിനേക്കാൾ എത്രയോ മുന്നിൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. വളരെ ആവേശത്തോടു കൂടിയാണ് മലബാർ മേഖലയിലെല്ലാം തന്നെ പോളിംഗിന് ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഒരു വിമുഖത കാണിക്കുന്ന ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വയനാട്ടിനെ പറയാവുന്നതാണ്. പക്ഷേ ഇത്തവണ അത് കടത്തിവെട്ടിയിരിക്കുന്നു. വയനാട്ടിൽ ഇപ്പോൾ 77.98 കാണിക്കുന്നു. അതായത് സ്വാഭാവികമായും അത് 78 കടക്കും എന്ന് യാതൊരു സംശയവുമില്ല. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ അത് 75ഓളം എത്തി നിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ 77-നടുത്തേക്ക് എത്തുന്നു. കോഴിക്കോടാണെങ്കിൽ അതും ഏതാണ്ട് 77 എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലപ്പുറത്ത് 77.24 ഇപ്പോൾ തന്നെയുണ്ട്. പാലക്കാട് 76.9 ഉണ്ട്. ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരു 75-ന് അപ്പുറത്തേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ പൊതുവിൽ നോക്കുകയാണെങ്കിൽ യന്ത്ര തകരാറിൻ്റെ കാര്യത്തിലായാലും ക്രമസമാധാന പ്രശ്നത്തിൻ്റെ കാര്യത്തിലായാലും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കുറേ കൂടി നിലവാരം പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഏതാണ്ട് 2000 മുതലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ വരവോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്ന തകരാറുകളുടെ എണ്ണത്തിലും പൊതുവിൽ കുറവാണ്. ആൾക്കാർ ഇതിൽ വളരെ ആകാംക്ഷയോടുകൂടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പങ്കെടുത്തു എന്ന് വേണം കരുതാൻ. കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇരട്ട വോട്ട്, കള്ളവോട്ട്, ഇപ്പോൾ രണ്ടിടത്ത് വോട്ടുള്ളവർ രണ്ടിടത്തും വോട്ട് ചെയ്യുന്നു എന്ന പരാതിയൊക്കെ വ്യാപകമായി ഉണ്ട്. അത് കുറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായും പട്ടികയിൽ രതീഷ് അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട്. കുറേ സ്ഥലങ്ങളിൽ അത് ചില മേഖലകളിൽ അത് കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതെങ്കിലും പ്രത്യേകിച്ച് മേഖലയെ നമ്മൾ എടുത്തു പറയുന്നില്ല. പക്ഷേ ചില മേഖലകളിൽ അത് കൂടുതലായി ചേർത്തത് അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ വോട്ടായിട്ട് മാറിയിട്ടില്ല. കാരണം ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ 2 വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾ മാറി വോട്ട് ചെയ്യുന്നതോ എല്ലാം തന്നെ വലിയ കുറ്റകൃത്യമായി ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് വോട്ടർമാരിലുണ്ട്. അതുകൊണ്ട് കള്ളവോട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളൊന്നും തന്നെ ചെയ്യുന്നതിൽ പണ്ടുണ്ടായിരിക്കുന്ന ആവേശം അത്തരം ചില തർക്കങ്ങളൊക്കെ രാവിലെ ഉണ്ട്. ഒരു കാര്യം കൂടി, ഏതൊക്കെ ഇപ്പോൾ പോളിംഗ് ഇത്രയും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന ഏതൊക്കെ ഇടങ്ങളാണ്, ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? അപ്രതീക്ഷിത ഫലങ്ങൾക്ക് സാധ്യതയുണ്ടോ? പൊതുവിൽ ഈ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭരണ ആധിപത്യം അല്ലെങ്കിൽ ഭരണ മേധാവിത്വത്തിൽ വലിയ അട്ടിമറി സംഭവിക്കും എന്ന് കരുതാവുന്ന ജില്ലകൾ ഒരുപക്ഷെ ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്നില്ല. ചില മുനിസിപ്പാലിറ്റികളിൽ മാറ്റമുണ്ടാകും. സ്വാഭാവികമായും നമുക്ക് ഇപ്പോൾ മുക്കം പോലുള്ള മുനിസിപ്പാലിറ്റികളിൽ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഏതാണ്ട് തന്നെ കണക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തളിപ്പറമ്പൊക്കെ ഉണ്ടാകുന്ന മണ്ഡലത്തിൽ എന്താണ് മാറ്റം വരിക എന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ പൊതുവിൽ ഈ മുസ്ലിം മൈനോറിറ്റി ആയാലും ക്രിസ്ത്യൻ മൈനോറിറ്റി ആയാലും ആ മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതൊന്നും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഒരു വോട്ടിംഗ് ശതമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ അത്ര പ്രായോഗികമാണ് എന്ന് പറയാൻ കഴിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പോളിംഗ് നടന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നൊക്കെ വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തിയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കൺക്ലൂഷൻ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഒരു കാര്യം ഉറപ്പാണ്, വളരെ ആവേശത്തോടു കൂടി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. ആവേശത്തോടു കൂടി തന്നെ വോട്ടിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്.